നമസ്കാരം. ഞാനിന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു സ്റ്റോറിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സെലിബ്രിറ്റിയായ അഹാന കൃഷ്ണയാണ് സ്റ്റോറി ഇട്ടത്. അപ്പോൾ ഈ സ്റ്റോറി കൊണ്ടും അഹാന ഉദ്ദേശിച്ചത് പുള്ളിയുടെ വീടിനടുത്ത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവച്ച സ്പീക്കേഴ്സിൻ്റെ ഒച്ച കാരണം പുള്ളിക്ക് വീട്ടിൽ മനസ്സുമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് ഈ പറഞ്ഞ കാര്യം ഞാനും അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് ഉത്സവ സമയങ്ങളിൽ. ഇതൊരു അമ്പലത്തിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിനെ മാത്രം കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, എല്ലാ മതവും ഇതിൽ കണക്ക് തന്നെയാണ്. പണ്ട് കാലത്ത് ഈ സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിച്ച് വന്നതെന്ന് പറയുന്നത്, അതായത് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ കാര്യങ്ങൾ, അവിടുത്തെ അറിയിപ്പുകൾ ആ നാട്ടിലെ ജനങ്ങൾക്ക്, ആ തൊട്ടടുത്തുള്ള നാട്ടുകാർക്കെല്ലാം അറിയിക്കാൻ വേണ്ടിയാണ് ഈ ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിച്ച് വന്നിരുന്നത്. അല്ലെങ്കിൽ ഈ ഭജന കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പാട്ട് കേൾക്കാനുള്ള ഉപകരണങ്ങളൊന്നും സ്വന്തം വീടുകളിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റി കാണില്ല. അപ്പോൾ അവർക്കൊരു വിനോദമായിട്ട് ഇത് ചിലപ്പോൾ അന്ന് നല്ല കാര്യത്തിൽ തോന്നിക്കാണും. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ പരിപാടിയല്ല. ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തിയുടെ കയ്യിലും ഇന്റർനെറ്റോട് കൂടിയുള്ള സ്മാർട്ട് ഫോണ്, സ്മാർട്ട് TV, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഓരോ ഫ്ലാറ്റുകളിൽ അവരുടേതായ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അവരുടെ അസോസിയേഷൻ്റെ കാര്യങ്ങൾ, അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, ഓരോ വീടിൻ്റെ റെസിഡൻഷ്യൽ ഏരിയകളിൽ അവരുടേതായ ഗ്രൂപ്പുകൾ, പിന്നെ ഓരോ ക്ലബ്ബുകൾ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്കെല്ലാം അവരുടേതായ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും എല്ലാം കാണും. അപ്പോൾ ഈ ലൗഡ് സ്പീക്കറിൽ കൂടെ വരുന്നതിനെക്കാട്ടിയും നിമിഷ നേരം കൊണ്ട് ഈ ഇൻഫർമേഷൻ എല്ലാം എല്ലാവരുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ആധുനിക കാലത്ത് ഈ ലൗഡ് സ്പീക്കേഴ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? കാരണം ഒന്ന് ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തിയും ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സമയം, അതിൻ്റെ ശബ്ദത്തിൻ്റെ തീവ്രത, ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കോലാഹലം എന്ന് പറയുന്നത്, ഒരു സൗണ്ട് ഓപ്പറേറ്റർ പുള്ളിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പണ്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന കോളാമ്പി ഇപ്പോൾ കാണാനില്ല, നിരോധിച്ചുകൊണ്ടായിരിക്കും കാണാത്തത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ചേക്കുന്ന പല ലോക്കൽ സ്പീക്കേഴ്സും ഈ കോളാമ്പിയേക്കാളും കഷ്ടമാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാൻ ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു വീട്ടിൽ, ഇപ്പോൾ ഒരു അമ്പലത്തിന് ചുറ്റുമുള്ളൊരു വീട്ടിൽ ഒരു കൊച്ചുണ്ടെന്ന് വിചാരിക്കുക, ഒരു 2 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. ഈ കുഞ്ഞ് പലപ്പോഴും ഉറങ്ങുന്ന സമയം വ്യത്യാസമായിരിക്കും. ഇവർ ഈ പാട്ട് വയ്ക്കുന്ന സമയവും വ്യത്യാസമാണ്. കാരണം ഇവർക്കൊരു നിശ്ചിത സമയമില്ല. ഇവർ പാതിരാത്രിയും വെക്കും, വെളുപ്പാങ്കാലത്തും വെക്കും. വെക്കുന്നത് ചിലപ്പോൾ ഡപ്പാങ്കൂത്താവാം, ചിലപ്പോൾ ഭജനയാവാം. ഈ കൊച്ചിന് ഇത് അറിയേണ്ട കാര്യമില്ല, കൊച്ച് ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇൻഡയറക്ട്ലി ആ വീട്ടിലെ മനസ്സമാധാനം ഇല്ലാതാക്കും. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടോ നാളെ ഒരു എക്സാം എഴുതാൻ പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. ആ ആളുടെ ലാസ്റ്റ് റിവിഷൻ നടക്കുന്നത് തലേന്നായിരിക്കും. അപ്പോഴായിരിക്കും ഒരു ഡപ്പാങ്കൂത്ത് പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ചത്ത് കേട്ടോണ്ടിരിക്കുന്നത്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഈ പാട്ട് ഇഷ്ടമുള്ളവരും കാണും, ഇഷ്ടമില്ലാത്തവരും കാണും. ഇതൊരു നോയിസ് പൊല്യൂഷൻ തന്നെയാണ്. എനിക്കിതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഈ അമ്പലത്തിൻ്റെയോ ഏത് മതസ്ഥാപനത്തിൻ്റെ ആയാലും അതിൻ്റെ പരിസരത്തിനകത്ത്, അതായത് ആ ബിൽഡിങ്ങിൻ്റെയോ അമ്പലത്തിൻ്റെയോ കോമ്പൗണ്ടിനകത്ത് നിൽക്കുന്ന ഒരു സ്പീക്കർ വെക്കുക, ആ ശബ്ദം അതിനകത്ത് നിൽക്കുന്ന ഒരു രീതിയിൽ വെക്കുക. അല്ലെങ്കിൽ ഇത് റോഡിൽ വെച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഗ്യാപ്പിൽ വെക്കുക. ശബ്ദത്തിൻ്റെ അളവ് ഗവൺമെൻറ് നിശ്ചിത ഒരളവ് പറഞ്ഞിട്ടുണ്ട്, ആ അളവിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു നിശ്ചിത സമയം വെക്കുക. അതായത് വെളുപ്പാങ്കാലം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ജോലി ചെയ്യുന്ന അറിയാമല്ലോ, അതായത് രാവും പകലും ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ഷിഫ്റ്റ് ജോലിക്ക് പോകുന്നവർ കാണും, വെളുപ്പാങ്കാലത്ത് പോകുന്നവർ കാണും. അപ്പം ഇവർക്കെല്ലാം ഉറങ്ങുക, മനസ്സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത്. ആ ഇതില്ലാതാക്കുന്ന ഈ പാട്ടുകൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും ചെയ്യുന്നില്ല. എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉള്ള പോലെ തന്നെ ഇത് ഇഷ്ടമുള്ളവരും കാണും, ഇഷ്ടമില്ലാത്തവരും കാണും, ഇതിനെപ്പറ്റി കെയർ ചെയ്യാത്തവരും കാണും. അല്ലാതെ ഇത്രയും വലിയ ഉച്ചത്തിൽ വെളുപ്പാങ്കാലത്ത് ഈ ഡപ്പാങ്കൂത്ത് പാട്ട് കേട്ടിട്ട് നമുക്ക് എന്ത് നേടാനാണ്?